പഞ്ഞിക്കാരനാണ്. ഈ ഷോപ്പ് കാണുമ്പോൾ പകുതി പേർക്ക് തന്നെ കാര്യം മനസ്സിലാവും. നമ്മുടെ ചാലക്കുടിയിലെ TNT 500 ഷവായി ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് പോകുന്ന എല്ലാരും പറഞ്ഞ ആ ഷോപ്പിൽ ഒന്ന് പോയി. നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. അതേപോലെ ഷവായി നിറയ്ക്കാനായിട്ട് ഒരു മടിയിലാണ്ട് സ്റ്റാഫുകൾ ഓടി നടക്കായിരുന്നു. അപ്പൊ പറഞ്ഞതിൽ എന്തോ ഒരു കഥ ഉണ്ടെന്ന് തോന്നുന്നു. ചാലക്കുടിയിൽ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് എന്നിട്ട് എന്താണ് പഞ്ഞിക്കാര വരാത്തെന്ന് പിള്ളേർ ചോദിച്ചപ്പോ അവരെയും കൂട്ടി തന്നെ ആ ഷവായി കഴിക്കാൻ വേണ്ടി പോയതാണ്. ചെറിയ രീതിയിലെ തിരക്കൊന്നും അല്ലട്ടോ, അതിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു ഇവിടെ. അതേപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വണ്ടി പറക്കാൻ ഒരുപാട് സമയം എടുത്തു. അതേപോലെ സീറ്റ് കിട്ടാൻ വന്നതല്ലേ ക്ഷമയോടുകൂടി നിന്ന് ഷവായി കഴിച്ച് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു തന്നെ ഞാൻ അവിടെ. ഞങ്ങളൊരു ഷവായും മിന്റിലയും റുമാൽ റൊട്ടിയും മാത്രമാണ് അവിടെ നിന്ന് പറഞ്ഞത്. റൈസും ഷവർമയും ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഈ റുമാലിലും ഈ ഷവായിലും അവിടെ ഒതുക്കി. ആ ഒരു ഷവായിക്ക് വേണ്ടിയാണ് ഇത്ര ജനസാഗരം ഉള്ളത്. അപ്പൊ ഷവായി കഴിച്ചിട്ട് നോക്കണം എന്തിനാണ് ഇത്രത്തോളം ആൾക്കാർ ഇടിച്ചു കുത്തി കയറുന്നത് നമുക്ക് അറിയണമല്ലോ. എന്റെ ചാവക്കാടുള്ള ഫ്രണ്ട് ഒരിക്കലും പറയുന്നത് ചാവക്കാടത്ത് ഇവരുടെ ഷവായി സൂപ്പറാണ്, അത് കഴിച്ചു അടിപൊളിയാണ്, പിന്നെയും കഴിക്കാൻ തോന്നുന്നു. ബട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഷവായി അത്രത്തോളം ഇഷ്ടമായില്ല. ഒരു ആവറേജ് ആയിട്ടായിട്ട് തോന്നിയുള്ളൂ. എന്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടാ. കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം എന്റെ സ്വന്തമായ അഭിപ്രായമാണ്. എന്റെ കൂടെ വന്നവർക്കും അതേ ഫീൽ തന്നെയായിരുന്നു. പിന്നെ ഒരു മാങ്ങയുടെ ഒരു ഐറ്റം ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വീണ്ടും ചോദിച്ചാലാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഷവായി ഇത്രത്തോളം ആവറേജ് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിച്ച് അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി അന്നത്തെ ദിവസത്തിന്റെ ആണെന്നും എനിക്കറിയില്ല. ചാവക്കാട് ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ആ ട്രെൻഡിങ് തന്നെയാണ് TNT ഇവിടെ കൊണ്ടുവന്നത്. അത് ഒരുപാട് പേര് ഇങ്ങനെ ജനസാഗരം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ റെസ്റ്റോറന്റുകൾ വന്നുകൊണ്ട് ചാലക്കുടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ ഫുഡ്സ് കഴിക്കാനും പറ്റുന്നു. എന്തായാലും അടിപൊളിയാവുണ്ട് ചാലക്കുടി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഫുൾ ഹാപ്പി അല്ല, ഒരു ഹാഫ് ഹാപ്പി ആയിട്ട് പഞ്ഞിക്കാരൻ പോണേണേ സുലാൻ.